5-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനം വന്നപ്പം അവിടെ നമ്മൾ കണ്ടത് ഇതാണ്. ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. എന്തിനാ? ഈ ലംഘനം പെരുകേണ്ടതിന്. ലംഘനം പെരിയാലാണ് നമുക്ക് എന്താ ഒരുത്തനെ പിടിക്കാൻ പറ്റുള്ളൂ. ഒരുത്തനെ എന്താ പറയുന്നത്, തെറ്റില് അവനെ ജയിലിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു എന്നാണ് നമ്മൾ റോമാലേഖനം 5-ന്റെ അവസാനം നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയത്. എന്നാൽ ലംഘനം 20-ാം വാക്യം, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പം ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്നാൽ നമ്മൾ അവിടെ കാണുന്ന ഇതാണ്, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുന്നത്. അതായത് പാപം പെരുകാൻ കാരണം എന്താണ്? ന്യായപ്രമാണം വന്നാണ്. ന്യായപ്രമാണം വന്നപ്പോൾ പാപം പെരുകി. പാപം പെരുകിയിടത്ത് എന്ത് വർദ്ധിച്ചു എന്നാ പറഞ്ഞത്? കൃപ അത്യന്തം വർദ്ധിച്ചു വന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. പാപം മരണത്താൽ വാണതുപോലെ. അപ്പൊ പാപം ഒരാളുടെ ജീവിതത്തിൽ വാഴുന്നത് എങ്ങനെയാ? മരണത്താലാണ് വാഴുന്നത്. അപ്പൊ പാപം മരണത്താൽ വാഴാനുള്ള കാരണം എന്താണ്? ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നതാണ്. ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നപ്പം നമ്മൾ പിടിക്കപ്പെട്ടു. അതായത് ശിക്ഷാവിധി കൽപ്പിച്ചു. ന്യായപ്രമാണം നമുക്ക് ശിക്ഷാവിധി കൽപ്പിച്ചു. അപ്പം നമ്മളെ എന്താക്കി? മരണത്തിന് യോഗ്യരാക്കി മാറ്റി. അപ്പം പാപം മരണത്താൽ വാണതുപോലെ കൃപയും. അപ്പൊ കൃപ, ഈ പാപം പെരുകിയോടത്ത് കൃപ വർദ്ധിച്ചു എന്നല്ലേ പറയണേ? കൃപ എങ്ങനെയാ വന്നേ? കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അപ്പൊ കൃപ എങ്ങനെയാ വരുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ കൃപ വരുന്നത്. അപ്പൊ കൃപ എങ്ങനെ വാഴുന്നതെന്ന് നോക്കണം. കൃപ വാഴുന്നത് നീതിയാല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്ങനെ ഇരിക്കുന്നു പാസ്റ്ററെ? കൃപയാൽ ഇരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? കൃപയാൽ പോകുന്നു. അപ്പൊ കൃപ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ കൃപ ഒരാളിൽ വാഴണമെങ്കിൽ, വാഴുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിൽ റൂൾ ചെയ്യുക, കർത്തൃത്വം നടത്തുക, നമ്മളിൽ ഇങ്ങനെ വ്യാപരിക്കുക. കൃപ ഒരാളിൽ വ്യാപരിക്കണമെങ്കിൽ നീതിയാല വ്യാപരിക്കത്തുള്ളൂ. അപ്പം എന്നിൽ കൃപ വർദ്ധിച്ചു വരണമെങ്കിൽ ക്രിസ്തുവിന്റെ നീതി എനിക്ക് മനസ്സിലാകണം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കണ്ട വാക്യത്തിൽ എന്താ പറയുന്നത്? പാപം എങ്ങനെയാ വാഴുന്നേ? മരണത്താലാ വാഴുന്നേ. ആ മരണം എന്നിൽ ഉണ്ടാക്കിയത് എന്താണ്? നിയമമാണ് എന്നിൽ മരണം ഉണ്ടാക്കിയത്. ന്യായപ്രമാണമാണ് മരണം ഉണ്ടാക്കിയത്. അതുപോലെ കൃപ. അപ്പൊ പാപം മുഴുത്തപ്പോ എന്ത് വന്നു? കൃപ വന്നു. രോഗിയായപ്പം എന്ത് വന്നു? ഡോക്ടറുണ്ട്, ഡോക്ടറെ കാണണം. രോഗിക്കല്ലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ന്യായപ്രമാണം എന്ത് ചെയ്തു? എന്നെ രോഗിയാക്കി. രോഗിയായി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? കൃപ, അതായത് യേശു ക്രിസ്തുവിലേക്ക്, ഡോക്ടറിന്റെ അടുത്തേക്ക് നടത്താനായിട്ട് എന്നെ സഹായിക്കുവാണ്. അപ്പൊ ഇവിടെ ഈ കൃപ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാല് നിത്യജീവനായി വാഴേണ്ടതിനാണ്. അപ്പൊ കൃപ നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എറ്റേണൽ, നിത്യമായ ജീവനിലേക്ക്, ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ജീവിതത്തിലേക്കാണ് കൃപ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന കൃപ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ. ഇത് ഓരോ വാക്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കൃപ നമ്മളിൽ വാഴണമെങ്കിൽ നീതി നമുക്ക് വെളിപ്പെട്ടു വരണം. അത് ഏത് നീതിയാണ്? എൻ്റെ സ്വന്തം നീതിയാണോ? അല്ല. ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കാറുന്നു, നമ്മളിൽ പലരും, ചിലരൊക്കെ തൊട്ടാവാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി. എവിടെ തൊട്ടാൽ മതി? എൻ്റെ കേന്ദ്ര ഭാഗത്ത് തൊട്ടാൽ മതി. എൻ്റെ സെൽഫേൽ തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സ്വഭാവം മാറും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? സ്വഭാവം മാറുക മാത്രമല്ല, ഒന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മുടെ നീതി അവിടെ വെളിപ്പെടുത്തും. സ്വന്തം നീതി വെളിപ്പെടുത്തും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഉദ്ദേശിച്ചത് എന്നുള്ള സ്വന്തം നീതി അവിടെ വെളിപ്പെടുത്തും. ആ സ്വന്തം നീതി വരാൻ കാരണം എന്താ? നമ്മളെ നമ്മളിൽ ഞാൻ വാഴുന്നത് കൊണ്ടാണ് സ്വന്തം നീതി ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് കൃപയാലാണ്. കൃപ നമ്മളെ എന്താണ്? നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തു ആണ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നത്? യേശു ക്രിസ്തു വഴിയാണ് കൃപ വന്നത്. കൃപ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? നീതിയാല് നിത്യജീവനിലേക്കാണ് നയിക്കുന്നതെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് 6-ാം വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് എന്നറിയോ? ആകയാൽ നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? എന്ന് വെച്ചാൽ പാപം വർദ്ധിച്ചപ്പോഴല്ലേ കൃപ വന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങളിൽ കൃപ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട? പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാ ചോദിക്കുന്നത്. കാരണം കൃപ എങ്ങനെയാ വാഴുന്നത്?
നീതിയാലാണ് വാഴുന്നത്, അല്ലാതെ പാപം ചെയ്യുമ്പോഴല്ല കൃപ വാഴുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുവാണ്, ഈ ആദ്യം കൃപ എങ്ങനെ കൃപ വന്ന എങ്ങനെയാ? മരണം ലംഘനം പെരുകിയപ്പോഴാണല്ലോ കൃപ വർദ്ധിച്ചത്. അതുകൊണ്ട് ഇനി ലംഘനം, അതായത് ഇനി നമ്മൾ പാപം ചെയ്താൽ എന്ത് വരുമോന്നാ, ഈ കൃപ വർദ്ധിക്കുവോ എന്നാ ചോദിക്കുന്നത്. ഇല്ലെന്നാ പറയണത്. കാരണം എന്തുകൊണ്ടില്ല? നമ്മള് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കാരണം പാപസംബന്ധമായി മരിക്കുക എന്ന് പറയുമ്പം നമ്മൾ മരിച്ചിട്ടില്ല. പാപസംബന്ധമായി ആരെ മരിച്ചിട്ടുള്ളൂ? എന്റെ പകരക്കാരൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ കർത്താവ്. അവൻ എന്താണ്? വേഷത്തിൽ മനുഷ്യനായി തന്നെത്താനെ താഴ്ത്തി മരണമുള്ള ശരീരമെടുത്ത് ഈ ലോകത്തിൽ വന്ന് എനിക്ക് പകരം മരണത്തോളം അവൻ അനുസരണമുള്ളവനായി അവന്റെ മരണത്തിൽ അവൻ മരിച്ചപ്പോൾ ഞാൻ മരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വരുമ്പം നമ്മൾ വായിക്കുന്നുണ്ട്, പലരായ നാം ഒരു ശരീരം, പല അവയവങ്ങളായ നാം എല്ലാം ഒരു ശരീരമാകുന്നു. അത് ക്രിസ്തു അങ്ങനെയാണ്. ക്രിസ്തു, നമ്മൾ പല അവയവങ്ങളായ നാം എന്താണ്? ഒരു ശരീരമാകുന്നു. അതായത് ക്രിസ്തു മരിച്ചപ്പോൾ പലരായ നാം എല്ലാവരും ഒരു ശരീരമാകുന്നു എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ എന്നെയും വഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് എപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്? ഞാൻ സുവിശേഷം കേട്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. യേശുവിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ സുവിശേഷം കേട്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പാപസംബന്ധമായി ഞാൻ മരിച്ചു. എപ്പം മരിച്ചു? യേശു മരിച്ചപ്പം മരിച്ചു. അതെപ്പോഴാണ്? 2000 കൊല്ലം മുമ്പ്. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ യേശു ക്രിസ്തുവിലായില്ല, ഞാൻ ഉണ്ടായില്ല, എന്റെ അപ്പൂപ്പന്മാരുണ്ടായില്ല. അതിനു മുമ്പേ യേശു ക്രിസ്തു പാപസംബന്ധമായി മരിച്ചായിരുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്താ? പാപനിമിത്തം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞ റോമാലേഖനം 8:3 പറഞ്ഞ ദൈവം അവൻ ഈ ലോകത്തിലേക്ക് അയച്ച എന്താണ്? അവൻ നമ്മളെപ്പോലെ സദൃശ്യമുള്ള ഒരു ശരീരത്തിൽ വന്നു, പാപനിമിത്തം വന്നു, പാപത്തിന് അവന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ അവൻ പാപസംബന്ധമായി മരിച്ചു. ഇനി അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? മരിച്ച ആൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ വായിക്കുന്നത് അങ്ങനെ നമ്മൾ മരിച്ചു അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരുടെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ നമ്മൾ ശരിക്കും വെള്ളത്തിലേക്കാണ് സ്നാനം ഏൽക്കുന്നതെങ്കിലും ശരിക്കും ലിറ്ററലി നമ്മൾ വെള്ളത്തിലേക്കല്ല സ്നാനം, മരണത്തിലേക്കാണ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ മരണം, വെള്ളം അവിടെ ഒരു സിംബോളിക് ആയിട്ട് ഉപയോഗിക്കുന്നുവെങ്കിലും നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സമ്മതിച്ച് അവന്റെ മരണത്തിലേക്കാണ് ഞാൻ എന്തായിത്തീരുന്നത്? ഒന്നായിത്തീരുന്നത്. അപ്പം പാപസംബന്ധമായി ഞാൻ മരിച്ചു. അത് മാത്രമല്ല, ആ മരണം എന്റെ മരണമാണെന്ന് അംഗീകരിച്ച് ഞാൻ ആ മരണത്തിൽ പങ്ക് വേണമെന്നും പറഞ്ഞ്, പാർട്ട്ണർഷിപ്പ് വേണമെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ ഞാൻ അവന്റെ മരണത്തിലേക്കാണ് മുങ്ങിയത്. അത് മാത്രമല്ല, നമ്മളെല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ചകളിലും കർത്താവിന്റെ മേശയിൽ പങ്കാളിയാകുമ്പോൾ നമ്മൾ എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് ഞാൻ അപ്പത്തിന്റെ അംശം ഞാൻ എടുക്കുമ്പോൾ ആ അപ്പം ഞാൻ മുറിച്ചെടുക്കുമ്പോൾ ഞാൻ പറയുന്ന, കർത്താവേ, ഞാൻ കാരണമാണ് നീ മരിച്ചത്. നീ ഈ ഒരപ്പമാണ് നമ്മൾ മുറിക്കുന്ന അപ്പം, ഒരപ്പമാണ്. പലരായിരിക്കുന്ന നാം ഒരപ്പത്തിന്റെ അംശങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ ആ അപ്പത്തിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, നീ എന്നെ വഹിച്ചത് കൊണ്ട്, പാപിയായ എനിക്ക് പകരം നീ മരിച്ചത് കൊണ്ട് നിന്റെ മരണത്തെ ഞാൻ പ്രസ്താവിക്കുവാണ്. അതെന്റെ മരണമായിട്ട് ഞാൻ പ്രസ്താവിക്കുന്നു. അങ്ങനെ മരിച്ചവൻ എന്താണ്? ആ മരിച്ചവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നതാണ്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കും. അപ്പം നമ്മൾ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണം. എങ്ങനെ ഏകീഭവിക്കുന്നത്? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് ഏകീഭവിക്കുന്നത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുവാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം എന്ത് ചെയ്യും? ഏകീഭവിക്കും. അങ്ങനെ നമ്മൾ ആ റോമാലേഖനം 6-ാം അധ്യായം ഏകദേശം അങ്ങനെ ആ ഭാഗമൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ 11-ാം വാക്യത്തിൽ എത്തിയപ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ഞാൻ ഉണ്ട് എന്നും യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടെന്നും യേശു ക്രിസ്തുവിന്റെ ആ മരണത്തിന്റെ സാദൃശ്യത്തോട്, യേശു ക്രിസ്തു മരണത്തിലേക്ക് പോയപ്പോൾ അവൻ സ്വതമേ ഉയർത്തെഴുന്നേറ്റതല്ല, പിതാവ് അവനെ
ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അതുപോലെ അവണ്ണം നാമും എങ്ങനെ എങ്ങനെ വിശ്വാസത്താൽ എണ്ണണം, നാമും പാപസംബന്ധമായി മരിച്ചവരെന്നും ആ, ആ, യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പം ഇതാണ് വിശ്വാസത്താൽ നമ്മൾ കൗണ്ട് ചെയ്യുക, വിശ്വാസത്താൽ എണ്ണുക, വിശ്വാസത്താൽ പറയുക എന്നൊക്കെ പറയുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് ആ ഫെയ്ത്ത് ആണ് കൗണ്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയല്ല, 1 2 3 എണ്ണുമല്ല. ആ ഫെയ്ത്ത് ഞാൻ എന്ത് ചെയ്യണം, ആ വിശ്വാസം ഞാൻ ഇങ്ങനെ എന്താ പറയണേ, എന്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കണം. അതാണ് ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല എന്ന് ഗലാത്യർ 2:20 പറയുന്ന പോലെ അതാണ് അവിടെ സംഭവം. അതുകൊണ്ട് ആകയാൽ എന്താ, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടി മരിച്ചത് കൊണ്ട് മരിച്ചയാൾ ഇനി ജീവിക്കത്തില്ലല്ലോ. എന്റെ ഫാദറിന്റെ ഫാദർ മരിച്ചുപോയി. ആ ഫാദറിന്റെ പേര് പൈലി എന്നായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇനി ജീവിക്കത്തില്ല. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫൈറ്റിംഗ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യുദ്ധം എന്നാന്ന് വെച്ചിട്ടുണ്ടെയോ, ഈ എന്റെ അപ്പന്റെ അപ്പം മരിച്ചു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഇനി തിരികെ വരില്ല. പക്ഷേ ഇവിടത്തെ നമ്മൾ നേരിടുന്ന പോരാട്ടം ഏതാണെന്നറിയോ? ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ശരിക്കും നമ്മൾ മരിച്ചു. അതായത് നമ്മൾ കാഴ്ചയാലും കേൾവിയാലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാകൊണ്ട് നമുക്ക് ഫെയ്ത്തിനാൽ ജീവിക്കാനായിട്ട് നമുക്ക് ശീലമില്ല. നമ്മൾ എപ്പോഴും തോമസിനെ പോലെ തൊട്ട് വിശ്വസിക്കുന്ന വിശ്വാസമാണ് പലർക്കും ആവശ്യം. അതുകൊണ്ട് ഇവിടെ നമ്മളെല്ലാവരും യേശുക്രിസ്തു മരിച്ചപ്പം മരിച്ചുവെങ്കിലും നമ്മൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുക, ശരിക്കും ഞാൻ ജീവിച്ചിരിക്കുക, പക്ഷെ ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു. അതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാല്. ഞാൻ വേറൊരു രീതിയിൽ പറയാം. അതായത് നമ്മൾ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം നമുക്കറിയാം. നമ്മൾ ഏത് വസ്തു മുകളിലേക്ക് ഇട്ടാലും അത് താഴത്തേക്ക് വരും. അപ്പം അതാണ് ഈ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം. അതായത് അതേ ഗുരുത്വാകർഷണ നിയമം ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇവിടുന്ന് റോക്കറ്റുകൾ എങ്ങോട്ട് വിടുന്നു? ബഹിരാകാശത്തേക്ക് വിടുന്നു. എങ്ങനെയാണ് വിടുന്നത്? ആ റോക്കറ്റിന്റെ മൂട്ടില് ഈ ബഹിരാകാശത്തിന്റെ ഈ താഴത്തേക്ക് വലിക്കുന്ന ഈ കാന്തിക ശക്തിയെ തരണം ചെയ്യാൻ തക്കവണ്ണം ഒരു സംഗതി അതിന്റെ അടിയിൽ പിടിപ്പിച്ച് അതിൽ മൂട്ടി തീ കൊടുക്കുമ്പോൾ ഈ ഗുരുത്വാകർഷണ ബലത്തെ ഭേദിച്ച് അതിനപ്പുറം കടക്കുന്നത് പോലെ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഞാനില്ല എന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. അത് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ വിശ്വാസമാണ് ദൈവം നമുക്ക്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം നൽകുന്നത്. അതുകൊണ്ടാണ് ഈ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കും, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. അതെന്താണ് ഈ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്നറിയാവോ? തൊട്ടു താഴത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഈ വിശ്വാസം എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ ശക്തി എന്താണെന്നറിയോ? മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന, മരണത്തിൽ നിന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചപ്പോൾ അവനെ മരണത്തിൽ നിന്ന പോലെ തിരിച്ചു കിട്ടിയെന്നാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നമുക്ക് നൽകുന്ന വിശ്വാസമല്ല, അത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിശ്വാസമാണ്. ക്രിസ്തുവിന്റെ ജീവനിലേക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു ഭയങ്കര വിശ്വാസമാണ്. ആ ഫെയ്ത്താണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ എന്താ പറയുന്നത്, ശക്തികൾക്കെതിരെ, ലോകത്തിന്റെ വ്യാപാര ശക്തികൾക്കെതിരെ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിലെ എന്ത് ചെയ്യരുത്? മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. കാരണം എന്താണ്? അവയവങ്ങളെ അനീതിരായുധങ്ങളായിട്ട് നിങ്ങൾ പാപത്തിന് സമർപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങളെ തന്നെ മരിച്ചവരായും, നമ്മൾ എങ്ങനെ കാണുന്നത്? വിശ്വാസത്താല് നമ്മളെ തന്നെ മരിച്ചു. അതായത് ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എന്നെ എങ്ങനെ കാണണം? ഞാൻ യേശു ക്രിസ്തുവിൽ മരിച്ചു, ഞാനിനി ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളെ തന്നെ മരിച്ചവരായും പിന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തിയില്ല. കൃപ എന്ത് ചെയ്യുന്നില്ല? കൃപ പാപം ജയിപ്പിക്കുന്നില്ല. ഈ ഫോൾട്ട് കൃപ പാപം ജയിപ്പിക്കും. കുറെ കൃപക്കാർ ഇറങ്ങിയിട്ടുണ്ട്.
കൃപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കൃപ എങ്ങോട്ടാ നയിക്കുന്നത്? യേശു ക്രിസ്തു മുഖാന്തരം കൃപ, യേശു ക്രിസ്തു മുഖാന്തരം നീതിയാലാണ് കൃപ നിത്യജീവനായിട്ട് വാഴുന്നത്. അതൊരിക്കലും പാപം ചെയ്യിപ്പിക്കുന്ന കൃപയല്ല. ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പം, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പം, അതായത് കണക്ക് മാഷ് എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പ്രോബ്ലം എനിക്ക് ഇട്ടു തന്ന ആ കണക്ക് മാഷ് എന്റെ കൂടെ ഇരിക്കുമ്പോൾ കണക്ക് ഞാൻ തോറ്റു പോവോ? എനിക്ക് എന്റെ കൂടെ കണക്ക് അറിയത്തില്ല, എന്റെ കൂടെ കണക്ക് മാഷ് ഇരിക്കുവാണ്. നിങ്ങൾ എനിക്കൊരു കണക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുവാണ്. എന്റെ കൂടെ ആരാ ഇരിക്കണേ? കണക്ക് മാഷല്ലേ ഇരിക്കുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ആ കണക്കിന്റെ ഉത്തരം ചെയ്യാൻ പറ്റില്ലേ? എന്ന് പറഞ്ഞാല് പാപത്തെ ജയിച്ചവൻ എന്റെ ഹൃദയത്തിൽ വസിക്കുമ്പം ഈ പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുവോ? കർത്തൃത്വം നടത്തില്ല. അത് വസിക്കാത്തിടത്തോളം, എന്ന് വെച്ചാൽ ആനയെ അറിയുന്നതും ആനയെ കുറിച്ച് അറിയുന്നതും രണ്ടും രണ്ടാം. പലർക്ക് യേശുവിനെ കുറിച്ച് അറിയാം, പക്ഷെ യേശുവിനെ റിയലായിട്ടും ഈ വചനത്തിലൂടെ അവർ അറിഞ്ഞിട്ടില്ല. ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്താൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു തിയറി പലർക്കും അറിയാം, പക്ഷെ അത് അവർക്ക് ജീവനായി മാറുന്നില്ല. നമ്മൾ എബ്രായലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവരും ഒരു സദ്വർത്തമാനം കേട്ടവരാ, അവർക്കത് വിശ്വാസമായി എന്തില്ല, പരിണമിച്ചില്ല. ഏത് നമ്മുടെ പഴയ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം അവർക്ക് ഇത് വിശ്വാസമായി പരിണമിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഇത് എന്താണ്, നമ്മൾ കേട്ടത് അധികവും ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നാണ് ദൈവം നമ്മളോട് ഈ അന്ത്യകാലത്ത്, പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെ ശ്രുതിയും ഈ ലോകം മുഴുവൻ വ്യാപരിക്കുന്ന പലതും നമ്മൾ കാണുമ്പം നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ട വചനം എന്ന് പറയുന്നത് ലോകത്തിന്റെ വചനമല്ല, ലോകത്തിന്റെ ജ്ഞാനം നൽകുന്ന വചനമല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വചനമാണ് നമുക്ക് ഈ അന്ത്യകാലത്ത് ആവശ്യം. അങ്ങനെയുള്ളവര് പ്രിയപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഇത് പലരും ഉപജീവന മാർഗമാക്കി മാറ്റിക്കളഞ്ഞു, കൂട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇത് ക്രിസ്തുവിനെ ആൾക്കാർ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും എന്റെ നിങ്ങള് തമാശ ആണെങ്കിലും ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ വിൽക്കും. മാറിപ്പോയ കേട്ടിട്ടില്ലേ? ഒരു തമാശ പറഞ്ഞ, സേവിക്കുന്നതിന്റെ പോയി, ഇപ്പം സേവിക്കുന്ന പോയി കഴിഞ്ഞാൽ വിൽക്കും എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ പത്യവചനം, യഥാർത്ഥ ക്രിസ്തുവിന്റെ വചനം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? ഇനി നമ്മൾ എന്താണ്, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തത്തില്ലെന്ന്. അപ്പൊ അപ്പസ്തലൻ ഇത് എന്തിനാ എഴുതുന്നത്? നമ്മളിൽ ഈ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിച്ചിട്ട് ഈ പാപം നമ്മളിൽ കർത്തൃത്വം നടത്താതെ ഈ ലോകം, ജഡം, പിശാചിനെ നമുക്ക് ജയിക്കാൻ തക്കവണ്ണമുള്ള പത്യോപദേശം ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് തൊട്ടടുത്ത, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഇപ്പൊ കൃപയ്ക്ക് അധീനരായി കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഈ ന്യായപ്രമാണം നമുക്ക് എന്താണ്, ന്യായപ്രമാണം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നു എന്ന് വെച്ചാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, താഴത്തേക്ക് നോക്കണം, നേരെ നോക്കണം, ഇങ്ങനെയുള്ള പല ഇൻസ്ട്രക്ഷൻസ് നൽകുമ്പോൾ, ഒരു സെക്കൻഡ്, ഓക്കെ. അപ്പൊ പലരും വിചാരിക്കുന്നത് പലരും ഈ കാലഘട്ടത്തിൽ വിചാരിക്കുന്നത് ഈ നിയമം നമുക്ക് വേണം. നിയമം നമ്മളെ ശരിക്കും പറഞ്ഞാല് പാപം ചെയ്യാതെ, അവിടെ നോക്കാതെ, ഇവിടെ നോക്കാതെ, പല ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ നിയമം നൽകുന്നത്. എന്നാൽ കൃപയിലേക്ക് വരുമ്പം പലരും വിചാരിക്കുന്ന കൃപയിലേക്ക് വരുമ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എന്തും ചെയ്യാം എന്നാണ് പലർക്കും കൃപയെക്കുറിച്ചുള്ള ഒരു ധാരണ. എന്നാൽ അവർ കൃപയെക്കുറിച്ച്, കൃപ എന്ന വാക്കേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ, കൃപ എന്താന്ന് മനസ്സിലായിട്ടില്ല. കൃപ എന്ന് പറഞ്ഞാൽ എന്നറിയോ? യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കുന്നതിനെയാണ് ഈ കൃപ എന്ന് പറയുന്നത്. കൃപയാൽ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയാല്, കൃപ എന്ന് പറയുന്നതാണ് ക്രിസ്തുവിന്റെ ശക്തിയാണ്. അത് എവിടെയാ ഇരിക്കുന്നത്? എന്റെ ഹൃദയത്തിൽ, എന്റെ അന്തർഭാഗത്തായിരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? എന്റെ ആത്മാവിലായിരിക്കുന്നത്. അപ്പൊ കൃപ എന്നിൽ വെളിപ്പെടുമ്പം എന്റെ ആത്മാവിൽ നിന്ന് എന്റെ ദേഹി വഴി എന്റെ ശരീരത്തിലേക്ക് കൃപ വ്യാപരിക്കുക എന്ന് പറയുമ്പം ക്രിസ്തുവിന്റെ ലൈഫാണ് കൃപ. അത് നീതിയാൽ നിത്യജീവനിലേക്ക്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ജീവനാണ് നിത്യജീവൻ. അപ്പൊ ഈ കൃപ നമ്മളിവിടെ വായിക്കുന്ന റോമാലേഖനം ഈ വാക്യത്തിൽ വായിക്കുന്നത് പാപം ചെയ്യാൻ പറ്റുന്നാണോ നിങ്ങൾ പറയുന്നതെന്നാ നമ്മളവിടെ വായിക്കുന്നേ. നാം പാപം ചെയ്യുക ഒരു നാള് വരുത്.
നിങ്ങൾ ദാസന്മാർ. നമ്മള് യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു. അപ്പൊ ദാസനാണ്. ആർക്കാണ്? യേശു ക്രിസ്തുവിന് ഞാൻ ദാസനാണ്. അപ്പം ദാസനായി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താണ്? അനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിച്ചു ദൈവത്തിന്. അത് മാത്രമല്ല, അനുസരിച്ച് പോരുന്നവന് ഞാൻ എന്താണ്? ദാസന്മാരാകുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ ദാസന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു ദാസനെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ദാസന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ സമർപ്പിച്ചു. ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്നെ ഇനി എന്ത് ചെയ്യാനില്ല? എന്നെ ഇനി പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം എന്താണ്? പ്രലോഭനങ്ങളാൽ പരീക്ഷിക്കില്ല. നമ്മളെ എന്ത് ചെയ്യുന്ന? ഈ പാപം ചെയ്യാനായിട്ട് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം ആരെയും പാപം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? എന്താ പറയുന്നത്? പ്രേരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷിക്കുന്നില്ല, പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? നമ്മൾ ദാസന്മാരാകുന്നൊന്നും അറിയുന്നില്ലോ. ഒന്നുകിൽ നിങ്ങൾ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. ഒന്നുകിൽ ആരുടെ ദാസനാ? പാപത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ മരണത്തിന്റെ ദാസൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ കയ്യാലപ്പുറത്ത് തേങ്ങ ഇല്ല. ഒന്നുകിൽ മരണത്തിന്റെ ദാസൻ, അല്ലെങ്കിൽ ജീവന്റെ ദാസൻ എന്നാ പറയുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായി. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട വാക്യം, റോമാലേഖനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യമാണ് 6:17. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ നേരത്തെ എന്തായിരുന്നു? പാപത്തിന്റെ ദാസനായിരുന്നു. ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി കിടന്ന് കളിച്ച കളി നിങ്ങൾക്ക് എന്റെ പെയിൻ മനസ്സിലാവില്ല. ഞാൻ സഭയിൽ പോയിരിക്കുമ്പം നല്ല പാട്ടുണ്ട്, നല്ല അന്യഭാഷയുണ്ട്, നല്ല ആരാധനയുണ്ട്, നല്ല ക്രമങ്ങളുണ്ട്, നല്ല ബൈബിൾ സ്റ്റഡി ഉണ്ട്. പക്ഷെ പുറത്തു വരാൻ ഞാൻ രോഗിയായിരിക്കുന്ന എന്റെ എന്തൊക്കെ ചെയ്ത് പഠിച്ച പണി 18 ചെയ്ത് നോക്കിയിട്ടും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അവിടെ ഒരു ഉപദേശ രൂപം ഒരിടത്തും എനിക്ക് കിട്ടിയില്ല. കാരണം നേരത്തെ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് പാപത്തിന്റെ ദാസനായിരുന്ന ഞാൻ എന്തായി തീർന്നു? നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാ പറയണേ. ഞാൻ എന്തിന്റെ ദാസനായി? നീതിക്ക് ദാസൻ. എന്താ നീതി? യേശുക്രിസ്തു ചെയ്ത യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്കവണ്ണമുള്ള ആ നീതി വെളിപ്പെടുത്താൻ തക്കവണ്ണമുള്ള അതിന്റെ ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാ പറയുന്നത്. അപ്പം നമ്മളെല്ലാരും ഒരിക്കൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്തുകൊണ്ട് പാപത്തിന്റെ ദാസനായിരുന്നു? നമുക്ക് അങ്ങനത്തെ ഒരു പാപ ശരീരമാണ് കിട്ടിയത്. നമ്മൾ റോമാലേഖനം 6:6 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? പാപം ചെയ്യുന്ന പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതാണ് ഉപദേശം. അതായത് പാപം ചെയ്യിപ്പിക്കുന്ന പാപ ശരീരം. അപ്പൊ എന്റെ ശരീരം വീണ്ടെടുക്കപ്പെടാത്ത ശരീരമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ ശരീരം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. എന്നാൽ എന്റെ ആത്മാവ് വീണ്ടെടുത്തു. എന്റെ സോളില്, എന്റെ ദേഹത്തിലും കർത്താവിന്റെ വിശുദ്ധീകരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8:17 വരുമ്പം ഈ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും, അതായത് ഈ സൃഷ്ടിക്ക്, നമ്മളായിരിക്കുന്ന ഈ സൃഷ്ടി ഉണ്ടല്ലോ, നമ്മളിരിക്കുന്ന സൃഷ്ടിക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയതായി തീരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് പുതിയതായി തീരാൻ കഴിയത്തില്ല. കാരണം എന്താണ്? അത് മായയ്ക്ക് കീഴ്പ്പെട്ടേക്കുവാണ്. കാരണം അത് ഞെരങ്ങുവാണ് പുതിയതാകാൻ വേണ്ടി. എന്നാൽ ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിന് കാത്തുകൊണ്ട് അത് ഞെരങ്ങുവാന്ന് പറയുന്നത്. അതായത് ദൈവമക്കളായ നമ്മളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ നമ്മൾ പൂർണ്ണമായ തേജസ് പ്രാപിക്കുന്നത് കാത്തുകൊണ്ട് അത് മായയ്ക്ക് കീഴ്പ്പെട്ടെടുക്കുന്നു. അത് ഞെരങ്ങുന്നു. അവണ്ണം നാമും, അങ്ങനെയല്ല പറഞ്ഞ, അവണ്ണം നാമും. എവിടെ? എനിക്ക് പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു ഞെരക്കൊന്നും ഉള്ള കൂട്ടത്തിലല്ലായിരുന്നു. എനിക്ക് അതിവിശുദ്ധ വിശ്വാസം എനിക്ക് ഉള്ള കൂട്ടത്തിലല്ലായിരുന്നു.
എനിക്ക് ഈ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്ന ആ പേര് മാത്രമുള്ളായിരുന്നു, യഥാർത്ഥ പ്രത്യാശ ഇല്ലായിരുന്നു. ദൈവം എന്റെ ഹൃദയക്കണ്ണ് തുറന്നപ്പോൾ, ദൈവം എന്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പ്രത്യാശ, മരണത്തിനപ്പുറമുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ശരീരം ഈ കണ്ണിമയ്ക്കുന്നതിനിടയിൽ മാറിയിട്ട് എനിക്കൊരു ശരീരം കിട്ടും, ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഞരക്കം എന്നിൽ ഹല്ലേലൂയ. ലവലേശം പോലും ഇല്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്നറിയോ, ഈ ലോകത്തിന്റെ സന്ദേശം, ഈ ലോകത്തിന്റെ സുവിശേഷം, ഈ സഭകൾ മുഴുവൻ ലോകത്തിന്റെ സുവിശേഷത്തിനകത്ത് കയറി മറിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും പറഞ്ഞാൽ എത്ര പേർക്കാണ് കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹം, എത്ര പേരാണ് ഞെരങ്ങുന്നത്, എത്ര പേരാണ് യേശു ക്രിസ്തു ഇപ്പൊ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ഇപ്പൊ ആമേൻ. വരരുത്, നാളത്തെ കഴിഞ്ഞ് വരണം. കുറേ കൂടെ ആഗ്രഹങ്ങൾ നടക്കാനുണ്ട്, കുറേ കൂടെ ജീവിക്കാനുണ്ട്, കുറേ കൂടെ സന്തോഷിക്കാനുണ്ട്, കുറേ കൂടെ ടൂറ് പോകാനുണ്ട്. ഇങ്ങനല്ലേ ഈ ലോകത്തിന്റെ ആൾക്കാർ ചിന്തിക്കുന്നത്. അതുപോലെ സഭ ഇന്ന് ലോകത്തിലേക്ക് മറിയപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തില് ജീവന്റെ വചനം ഹല്ലേലൂയ. എത്രമാത്രം നമുക്ക് ആവശ്യമാണെന്നാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം സ്വീകരിച്ച് നിങ്ങൾ എന്തായിത്തീർന്നു, ആവട്ടെ സോർട്ട് പ്ലാച്ച്. പാപത്തിന്റെ നീതിക്ക് ദാസ്യത്തിൽ നിന്ന് നിങ്ങളുടെ നീതിയുടെ ദാസന്മാരായി. അതാണ് ഉപദേശം. അപ്പൊ ഉപദേശം ഒരാൾക്ക് കിട്ടിയാല് എന്ത് സംഭവിക്കും? അവൻ നീതിയുടെ ദാസനായി തീരും. അപ്പൊ ഉപദേശം ഈ കാലഘട്ടത്തിൽ ഉപദേശം ചിലർക്ക് പേടിയാ. കാര്യം എന്താണെന്നറിയാം, യാതൊരു ജീവനും ഉണ്ടാക്കിയില്ല. ഒരു കൂട്ടം ആൾക്കാർക്ക് ഉപദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ കലിയാണ്, അവർ ഓടും. അവർക്ക് വേണ്ടത് കുറച്ച് ഇളക്കപ്പെരുപ്പം, കുറച്ച് എന്താ പറയുന്നത്, ബഹളം, കുറച്ച് കുറച്ച് സംഗതി എല്ലാം വേണം. അതാണ് ആത്മീയത എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷ വേണം, പാട്ട് വേണം, ആരാധന വേണം. പക്ഷെ എന്താ സംഭവം എന്നാ, ഈ യഥാർത്ഥ ഉപദേശം, അപ്പോസ്തോലന്മാര് പഠിപ്പിച്ച അപ്പോസ്തോലിക ഉപദേശം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ കാണുന്ന അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ് പറയുന്ന ആ അപ്പോസ്തോലിക ഉപദേശം ഇന്ന് സഭകൾക്ക് അന്യമായി പോയിരിക്കുന്നു. എല്ലാ ഹല്ലേലൂയ. സഭകൾക്കും അതാത് സഭകളുടെ ഉപദേശമുണ്ട്. അതാത് സഭകൾ വ്യത്യസ്തമായി നിൽക്കുകയാണ്. അതാത് സഭ, ഞങ്ങളുടെ സഭയ്ക്ക് ഇന്ന ഉപദേശമുണ്ട്, ഈ ഞങ്ങളുടെ സഭയുടെ ഉപദേശം ഇന്ന ഉപദേശമാണ്, ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത്, അതാണ് ഞങ്ങളുടെ ഉപദേശം എന്ന് പറയുന്നതല്ലാതെ ഒരു കോമൺ ഒരു ഉപദേശം ഈ ബൈബിൾ എഴുതിയ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന അവർക്ക് എല്ലാവർക്കും ഒരു ഉപദേശം ഉള്ളായിരുന്നു. അത് ആ ഉപദേശം എല്ലാവരെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുകയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഉപദേശം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആമേൻ. നമ്മൾ ഹല്ലേലൂയ. വായിക്കുന്ന എന്താണ്, നിങ്ങൾ നീതിയുടെ ദാസന്മാരായി തീർന്നുകൊണ്ട് സ്തോത്രം. ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമയായി സമർപ്പിക്കും. നേരത്തെ പൗലോസ് മാനുഷികമായി പറയണം, നേരത്തെ നിങ്ങളുടെ ശരീരങ്ങളെ, അവയവങ്ങളെ പാപത്തിന് എങ്ങനെയാ സമർപ്പിച്ചത്? ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 2 അടിച്ചോണ്ടിരിക്കുവായിരുന്നു, അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാ പാപത്തിന് സമർപ്പിച്ച്? പയ്യെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സാധനമൊക്കെ മേടിച്ച് സംഗതിയൊക്കെ സെറ്റാക്കി. അപ്പൊ നമ്മൾ അങ്ങനെയാ പാപത്തിന് അടിമയായി സമർപ്പിക്കുന്നത്. മാനുഷിക രീതി പറയുന്നു എന്ന് പറഞ്ഞേ. അതുപോലെ അതുപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. നീ നമ്മുടെ അവയവങ്ങളെ നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ, ഞാൻ നേരത്തെ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇനി പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ മനുഷ്യനായി, ഞാൻ ക്രിസ്തുവിലായി തീർന്നു, ഞാൻ പുതിയ സൃഷ്ടിയായി. ഞാൻ പുതിയ സൃഷ്ടിയായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സമർപ്പിക്കുന്നത്. ഞാൻ പഴയ മനുഷ്യനായിട്ടല്ല സമർപ്പിക്കുന്നത്. പഴയ മനുഷ്യനെ ആമേൻ. നന്നാക്കുന്ന പരിപാടി പുതിയ നിയമത്തിൽ ഇല്ല. ഞാൻ എന്തോരം സ്തോത്രം. പ്രാർത്ഥിച്ചാലും ഞാൻ നന്നാവൂല. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമ എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലമാണ്. ക്രിസ്തു എന്നിൽ ഹല്ലേലൂയ. വസിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ ഉരുവാകുമ്പോൾ ആണ് ഈ ക്ഷമ ഉണ്ടാകുള്ളൂ. ക്ഷമ, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കുന്നതല്ല, അത് ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്നെ മരിച്ചവനായിട്ട് ഞാൻ കാണണം. ഞാൻ ഇനി ജീവിക്കുന്നില്ല, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ എന്നെ ഹല്ലേലൂയ. അറിയണം, ഞാൻ എന്നെ കാണണം. അതാണ് ക്രിസ്ത്യ ഉപദേശം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ വിശുദ്ധീകരണത്തിനായിട്ട്, നീതിക്ക് അടിമകളായിട്ട് സമർപ്പിക്കാനാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. കാരണം എന്താ? നമ്മള് പഴയ മനുഷ്യനല്ലെന്ന്, ഇപ്പം പഴയതല്ല, നമ്മൾ പുതിയതായി കഴിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മളെ പുതിയതാക്കിയിരിക്കുന്നു. അതിന് കാരണം നമ്മളല്ല, ക്രിസ്തുവാണ് കാരണം. ക്രിസ്തുവാണ് ഇതിനു വേണ്ടി വില മുടക്കിയത്.
ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ക്രിസ്തുവാണ് ഇതിനു വേണ്ടി എല്ലാം നമുക്ക് പകരം ചെയ്തത്. ക്രിസ്തുവാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മളൊന്നും പ്രവർത്തിച്ചില്ല, ക്രിസ്തുവാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ മിനിമം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി, അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി, നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ. ഇതാ വാക്യം: നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രന്മാരായിരുന്നല്ലോ. നമ്മൾ പാപികളായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തു ബലം ഉണ്ടായിരുന്നു? നേരത്തെ നമ്മൾ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ബലം? ഒരു ബലവും ഇല്ലായിരുന്നു. ഇപ്പൊ ശിക്ഷ മാത്രമേ നമ്മൾക്ക് അടി മാത്രമേ കിട്ടുള്ളായിരുന്നു. നമ്മുടെ കോൺഷ്യസിൽ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയിൽ ഞാൻ പാപിയാണല്ലോ, ഞാൻ തെറ്റ് ചെയ്തല്ലോ, കുറ്റബോധം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ഫലവും നമുക്കില്ലായിരുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിനു ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. അപ്പം ഇവിടെ എഴുതുന്നത് നമ്മളെപ്പോലെ കുറച്ച് സുവിശേഷ വേല ചെയ്യുന്നവരെ അല്ല ദൈവത്തിന്റെ ദാസന്മാരെന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കോളണം. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പം ഈ പർട്ടിക്കുലർ സുവിശേഷത്തിന്റെ വിളിയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. എല്ലാവരും, ഞാനും നിങ്ങളും നമ്മുടെ സഭയിലുള്ള ആൾക്കാർ നേരത്തെ ആരുടെ ദാസനായിരുന്നു? പാപത്തിന്റെ ദാസനായിരുന്നു. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസനായി. നേരത്തെ നമ്മൾ ആരുടെ ദാസനായിരുന്നു? പാപത്തിന്റെ ദാസനായിരുന്നു. അപ്പൊ നാം കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്നപ്പം നമുക്ക് കിട്ടുന്ന എന്തായിരുന്നു? മരണശിക്ഷയായിരുന്നു. മരണം നമ്മളെ എങ്ങോട്ട് നയിക്കുമായിരുന്നു? അത് നരകത്തിലേക്കും, അത് ദൈവത്തിൽ നിന്ന് വേർപെടുത്തി കളയുമായിരുന്നു. എന്നാല് ഇപ്പോൾ നമ്മൾ എന്തായി തീർന്നു? ദൈവത്തിന് ദാസന്മാരായി തീർന്നു. ദൈവത്തിന്റെ ദാസന്മാർ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആർക്ക് അടിമയായി? കർത്താവിന് അടിമയായി, നമ്മൾ ദൈവത്തിന് അടിമയായി. അപ്പൊ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഇപ്പോൾ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിനു ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, നമ്മൾ ദൈവത്തിന് ദാസനായിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ അടിമയായിരിക്കുവാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. ദൈവത്തിന്റെ അടിമയായിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അപ്പൊ നമ്മളെ സമർപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാവില്ല. നമ്മൾ എത്ര നന്നായിട്ട് മേക്കപ്പ് ചെയ്താലും നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാവില്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ ദേഹിയിലൂടെ നമ്മുടെ ദേഹത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിന്റെ ഫലമോ സ്നേഹം തന്നെയാണ് പറയണേ. വിശുദ്ധീകരണം നമ്മളിൽ നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്യാരക്ടർ ഉണ്ടായി വരും. നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റും. കാരണം നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാ ജീവിക്കുന്നത്. അപ്പം വിശുദ്ധീകരണമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന് ദാസന്മാരായി കഴിഞ്ഞാല് അതിനൊരു ഫലമുണ്ട്. അതിൽ ഒന്നാമത്തെ ഫലം ഏതാണ്? വിശുദ്ധീകരണം. അതിന്റെ അന്തം നിത്യജീവനമായിരുന്നു. അപ്പം ഇതിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത്, അതായത് ഈ ഫലം, ഒന്നാമത്തെ ഫലം വിശുദ്ധീകരണം. അതിന്റെ ഏറ്റവും അവസാനം എന്നാന്നറിയോ? ഈ വിശുദ്ധീകരണം നടന്ന് ഒരു ദിവസം യേശുക്രിസ്തു വരുമ്പം നമ്മൾ അവനെ പോലെ ആയിത്തീരും. ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമ്മൾ മാറും. അതിന്റെ അന്തം നിത്യജീവൻ എന്നാ പറയണേ. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജീവൻ ഇല്ല എന്നല്ല, ഇപ്പൊ ജീവനുണ്ട്. ഈ ജീവൻ നമ്മളിൽ വ്യാപരിച്ച് വിശുദ്ധീകരണം നമ്മളിൽ കൂടെ വെളിപ്പെട്ട് ഒരു ദിവസം നമ്മൾ ആരെ പോലായിത്തീരും? അതിന്റെ അന്തം നിത്യ. പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. അപ്പൊ നമ്മൾ പാപത്തിന് അടിമയായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും പാപത്തിന് ദാസന്മാരായി കഴിഞ്ഞാൽ നമ്മളിക്കടെ പാപമേ വരികയുള്ളൂ. എന്നാൽ നമ്മള് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ ഞാൻ ഇനി ഇല്ല. അതാണ് നമ്മളോട് ഈ വചനം പറയുന്നത്. ഞാൻ ഇനി ഇല്ല, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ദൈവം പിതാവ് പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഞാനും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്. അപ്പൊ ഞാൻ സമർപ്പിക്കുന്നത് പഴയ ജിജോ ആയിട്ടല്ല സമർപ്പിക്കുന്നത്. പഴയ ജിജോ ആയിട്ട് സമർപ്പിച്ചാലുള്ള കുഴപ്പമെന്നറിയോ? പഴയ ജീവനെ വരുള്ളൂ. ഞാൻ സമർപ്പിക്കുമ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് നീതി പ്രവൃത്തി ചെയ്യാൻ തക്കവണ്ണം
എൻ്റെ അവയവങ്ങളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുവാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനാണ്. പാപത്തിന് ഞാൻ അടിമയായിരിക്കുമ്പോൾ അതിന്റെ ഫലം എന്താണ്? മരണമാണ്. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ, നിത്യമായ ജീവൻ, മരണമില്ലാത്ത ആ ജീവൻ ഏതാണ്? എന്റെ ജീവനിൽ നിന്ന് എന്റെ ആദാമ്യ ശരീരത്തെ ക്രിസ്തുവിന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തി തേജസ്സുള്ളതായി മാറ്റുന്ന, അതാണ് ആ ഫലം. അവസാന ഫലം എന്ന് പറയുന്നത് അതാണ്. അതിലേക്കാണ് ഈ ക്രിസ്തുവിന്റെ ലൈഫ്, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്. എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ പകരക്കാരൻ, എന്റെ പ്രാണപ്രിയൻ, എന്റെ അരുമനാഥൻ, അവൻ എന്നെ വീണ്ടെടുത്തു. അവൻ ദൈവത്തിങ്കൽ നിന്ന് എനിക്ക് എന്താണ്? ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും ആയിത്തീർന്നു. 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ കർത്താവ് നമ്മളെ എന്ത് ചെയ്യാണ്? മുഴുവനായിട്ട് പാപത്തിൽ നിന്ന് ജയം നമുക്ക് നൽകാൻ തക്കവണ്ണം എല്ലാം അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അവന്റെ ഉപദേശം നമ്മളിൽ എന്ത് കൊണ്ടുവരും? ക്രിസ്തുവിന്റെ ജീവനെ കൊണ്ടുവരും. അതുകൊണ്ട് ഇനി പാപം നമ്മളിൽ എന്ത് ചെയ്യില്ല? കർത്തൃത്വം നടത്തത്തില്ല. കാരണം എന്താണ്? ഞാൻ ന്യായപ്രമാണത്തിനല്ല അധീനനായിരിക്കുന്നത്, പിന്നെയോ കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നത്. കൃപ എന്ത് ചെയ്യുന്നില്ല? കൃപ എന്നിൽ എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല. യഥാർത്ഥ കൃപ പാപം ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല. അതിന്റെ ഫലം വിശുദ്ധീകരണമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.